ഇന്നത്തെ പാചകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഗ്ഗ് പെപ്പർ റോസ്റ്റ്. അതിനായിട്ട് ഇവിടെ 4 കോഴിമുട്ടയും അതുപോലെ തന്നെ ഒരു 6 കാടമുട്ടയും പുഴുങ്ങി തോടൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ എഗ്ഗ് പെപ്പർ റോസ്റ്റ് ശരിയാക്കാനായിട്ട് നമുക്കൊരു മസാല ശരിയാക്കാനുണ്ട്. അതിനായിട്ട് പാൻ ചൂടാക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പ്രധാനമായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് അങ്ങോട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കഴുകി ഉണക്കിയ മല്ലി അങ്ങോട്ട് കൊടുക്കുക, പച്ചമല്ലി. അതുപോലെ 1 ടീസ്പൂൺ ജീരകം, നമ്മുടെ സാധാരണ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി 1 ടീസ്പൂൺ പെരിഞ്ജീരകം അതും കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് ചൂട് മാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഈ സമയം നമുക്ക് വേറൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട നെടുകെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ഒന്ന് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ ഈ ഉള്ള വെളിച്ചെണ്ണ നമുക്ക് മാറ്റി സവോള അരിഞ്ഞത് വഴറ്റിയെടുക്കാനായിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ വിസ്താരമുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വേണം. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച മസാല മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തുകൊണ്ട് വന്ന മസാല നമുക്ക് ഈ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ജാറിലേക്ക് തന്നെ ഒരു കഷണം ഇഞ്ചിയും ഒരു 4-5 പച്ചമുളകും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പം പച്ചമുളകൊക്കെ എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ മുട്ട വറുത്ത വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയും നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 സവോളയും ഒരു 2 പഴുത്ത തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന് മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ ഞാനിതിന് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കുന്നില്ല. ഈ സമയം കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തിരുന്നല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ പിന്നെ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഈ ഒരു എഗ്ഗ് പെപ്പർ റോസ്റ്റിൽ നമ്മൾ ഒരല്പം പോലും മുളക് പൊടി ഇടുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്ത ജാറ് കഴുകിയ വെള്ളം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട്. കണ്ടോ, ഇപ്പം നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക്, അതായത് നമ്മൾ കൂടുതലും ഇതിനകത്ത് കുരുമുളകാണല്ലോ ചേർത്തിരിക്കുന്നത്, അല്പം ശർക്കര പൊടിച്ചത്. ഇതിപ്പം മറയൂർ ശർക്കരയാണ്, കല്ലുകളോ പൊടികളോ കീടങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. അപ്പം ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു എരിവിനെ ഒന്ന് നിയന്ത്രിക്കുകയും ചെയ്യും, നല്ല സൂപ്പർ ടേസ്റ്റുമായിരിക്കും. ഇപ്പോൾ നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം കൂടുതലങ്ങ് ഇട്ടങ്ങ് ഇളക്കരുത്. അങ്ങനെ നമ്മുടെ അടിപൊളി എഗ്ഗ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്രത്തോളം ആയിരിക്കുന്നു. ആ ഒരു ശർക്കരയും കൂടെ ചേർത്തപ്പം കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഉപ്പൊക്കെ ഉണ്ട്, ഞാൻ നോക്കിയിരുന്നു, വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ പെപ്പർ റോസ്റ്റ് പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ ഒന്ന് ശരിയാക്കി നോക്കണം, അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴറിയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ.